ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ട്രാവൽ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു കല്യാണം കൂടാൻ നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ തൃശ്ശൂരാണ് ഇറങ്ങുന്നത്. വീട് കല്യാണമൊക്കെ മലപ്പുറത്താണെങ്കിലും തൃശ്ശൂരിലേക്കാണ് ഇൻ്റർസിറ്റി കയറിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ കയറി, ഒരു പുലർച്ചെ 6 മണിക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഞാനും എൻ്റെ 2 പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിള്ളേരെയും കൊണ്ട് ഒറ്റയ്ക്ക് യാത്ര പോകാമെന്നൊക്കെ പറഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചകളും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അടിച്ചു പൊളിച്ചുള്ള യാത്രയാണെന്ന്. ഒരിക്കലും അല്ല കേട്ടോ. ഈ 2 പിള്ളേരെ ഏറ്റ ദൈവമേ, ഒന്ന് അവിടെ വരെ എത്തിക്കാൻ പെട്ട പാടെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. വളരെ മനോഹരമായ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂട്. മെയ് ഫസ്റ്റ് വീക്കിനാണ് കേട്ടോ ഞങ്ങളുടെ യാത്ര. ഇത് ഇച്ചിരി വീഡിയോ ഇടാൻ വൈകിയതേ ഉള്ളൂ. നല്ല നല്ല ചൂടുള്ള സമയമായിരുന്നു. ഏകദേശം ഒരു 11 മണിയായപ്പോഴേക്കും തുടങ്ങി. ഒടുക്കത്തെ ചൂടായിരുന്നു. ആ ചൂടിലിരുന്ന് പിള്ളേരെയും കൊണ്ട് എ സി ഇല്ലാത്ത ട്രെയിനിൽ പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഇതിലും വലിയൊരു ടാസ്ക് വേറെ ഇല്ല. നല്ല ചൂടാണെങ്കിലും പുറത്തോട്ട് നോക്കിയപ്പം ഒരുപാട് പാടങ്ങളും നല്ല പൂവൊക്കെ നല്ല ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ജമന്തിയോ അങ്ങനെ എന്തോ ആണ്, മഞ്ഞ കളറും ഓറഞ്ച് കളറൊക്കെ ഉള്ള ഒരുപാട് പൂക്കളുള്ള പൂന്തോട്ടം പോലെയൊക്കെ കണ്ടിരുന്നു. അതൊക്കെ കാണാനൊരു രസം. പിന്നെ ചൂട് കാറ്റും. ഇത്രയും ചൂടാണെങ്കിലും എൻ്റെ ചെറിയ മോന് ഒരാഗ്രഹം, നല്ല ചൂട് ചായ വേണമെന്ന്. ആദ്യമൊന്നും ഞാൻ അമ്പരുന്നെങ്കിലും പിന്നീട് അവൻ വാശി പിടിച്ചു കേട്ടോ. വാശി പിടിച്ചപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, നല്ല ചൂട് ചായ അങ്ങ് വാങ്ങിക്കൊടുത്തു. അതങ്ങ് ഊതി കുടിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഇച്ചിരി തണുത്ത വെള്ളം കിട്ടാൻ വേണ്ടി ഞാൻ പെടാപ്പാട് പെടുമായിരുന്നു. അതാണെങ്കിൽ വരുന്നില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെയാണ് കിട്ടിയത്. ഇവനങ്ങനെ ഇതേ നോക്കിയ ചൂട് ചായ അങ്ങനെ മോന്തി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുക്കത്തെ ചൂട് കാറ്റും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ ചോക്ലേറ്റ്സ് ഒക്കെ വന്നപ്പോൾ ഒരാൾക്ക് ചോക്ലേറ്റ്സ്, ഒരാൾക്ക് ചിപ്സ്, അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഈ പിള്ളേരേറ്റ് വരുമ്പം രാവിലെ എനിക്ക് ഫുഡൊന്നും ഒരുപാട് കയ്യിൽ വയ്ക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെക്കണം, അല്ലെങ്കിൽ കഴിപ്പിച്ച് വരണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ നടന്നില്ല. അതിരാവിലെ എനിക്ക് വരുന്നതുകൊണ്ട് നടന്നില്ല. അപ്പോൾ പിന്നെ എല്ലാം ട്രെയിൻ ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ. കുറേ ചോക്ലേറ്റ്സും ചിപ്സും. പിള്ളേരല്ലേ, ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കൊടുക്കും. ഇടയ്ക്ക് ഏതോ ഒരു പുഴ, പുഴയുടെ മുകളിലൂടെ ട്രെയിൻ പോയിട്ടോ. ഏത് പുഴയാണോ എന്തോ അറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ പാടം. ഒരുപാട് ഭംഗിയാണ് കേട്ടോ കാണാൻ. പാടായാലും മലകളായാലും ഒക്കെ നല്ല ഭംഗിയാണ്. ആസ്വദിച്ച് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ടുള്ള ബാംഗ്ലൂർ ടു കേരള ട്രിപ്പ് നമുക്ക് എൻജോയ് ചെയ്യാം കേട്ടോ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഐസ്ക്രീം വന്നത് കേട്ടോ. പിന്നെ മൂത്തവന് വാശി. അപ്പോൾ പിന്നെ ഇളയവന് ഞാൻ നേരത്തെ ചായ മേടിച്ചു കൊടുത്തില്ലേ, അപ്പോൾ പിന്നെ അവനും ഞാൻ ഐസ്ക്രീം മേടിച്ചു കൊടുത്തപ്പോൾ മറ്റവനും വേണമെന്ന് വാശി. അങ്ങനെ 2 പേർക്കും ഐസ്ക്രീമും മേടിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും വേണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വീണ്ടും അയാൾ തിരിച്ച് വിളിച്ച് ഒരു ഐസ്ക്രീം എനിക്ക് കൂടെ വാങ്ങിച്ചു കഴിച്ചു കേട്ടോ. ഇതേ നോക്കൂ, എന്ത് ഭംഗിയല്ലേ മലകളൊക്കെ. ഏകദേശം ഇതൊക്കെ പാലക്കാട് ആ ഭാഗത്ത് എത്താറായപ്പോഴാണ് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല കറക്റ്റ്. എന്നാലും ഏകദേശം എത്താൻ പ്രായമെന്ന് തോന്നുന്നു. പാലക്കാടൊക്കെ എത്തിയപ്പോൾ ഞാൻ മോനെ സമാധാനിപ്പിച്ചിരിക്കുകയായിരുന്നു. എപ്പോഴാണ് ചോദിച്ചപ്പോൾ ഇതേ നമ്മുടെ കേരളം എത്തിയിട്ടുണ്ട്, ഇനി അടുത്തത് നമ്മുടെ തൃശ്ശൂരാണെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വീണ്ടും യാത്ര തുടരുകയാണ്. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പിന്നെ വിചാരിച്ചു നല്ല ഫുഡ് പുറത്ത് ഇറങ്ങിയിട്ട് തൃശ്ശൂരിൽ നിന്ന് ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് മക്കളെ കൊണ്ട് പോയിട്ട് കഴിപ്പിച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് വട വന്നത്. അപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ പിടിച്ച് നിർത്തണമെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ച് കൊടുത്തില്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വടയും ചട്നിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അത് കഴിച്ചപ്പോഴേക്കും അവരൊക്കെ ഒന്ന് ഒതുങ്ങി കേട്ടോ. പിന്നെ എത്താറായെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞങ്ങളുടെ ഏകദേശം ബാംഗ്ലൂർ ടു തൃശ്ശൂർ യാത്ര അങ്ങനെ അവസാനിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തോടു കൂടി ഈ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ വീഡിയോ? ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ ട്രാവലിംഗ് വീഡിയോ? അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ടാറ്റാ ബൈ.